ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. നല്ല സൂപ്പർ ടേസ്റ്റിയുള്ളൊരു അച്ചിങ്ങ എഗ് മസാല. ഒരു 1/2 കിലോ അച്ചിങ്ങയുണ്ട്. കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ച് പിഞ്ച അച്ചിങ്ങ ആയിരിക്കണേ. അതുകൊണ്ടൊരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അച്ചിങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ടു മതിയേ. ഇതിലോട്ട് ഈ കണ്ടിച്ച് ഈ വിട്ട് വെച്ചേക്കുന്ന അച്ചിങ്ങയില്ലേ, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളക്ക് വേവട്ടെ, ഒന്ന് സോഫ്റ്റ് ആവട്ടെ. അച്ചിങ്ങ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടേ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒന്ന് ഒത്തിരി കുഴഞ്ഞൊന്നും പോകണ്ട. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ കൂട്ടിയിട്ട് കൊടുക്കേ. ഇതൊന്ന് സോഫ്റ്റായി കിട്ടട്ടെ. നമ്മുടെ അച്ചിങ്ങ നോക്കേ, ഒരു 3 മിനിറ്റ് ആയിപ്പേ. അച്ചിങ്ങ എല്ലാം വെന്ത്. ഇത് ഗ്യാസ് ഓഫാക്കാം. ഇത് ഈ വെള്ളത്തിൽ നിന്ന് എടുക്കേ. ഇത് മാറ്റി വെക്കാം. സ്റ്റൗ ഓണാക്കേ. പാത്രം ഇങ്ങോട്ട് വെക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 11 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടട്ടെ. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ചെറുതായിട്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ഇടത്തരം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരണം. ഭയങ്കരമായിട്ടൊന്നും ഫ്രൈ ആവണ്ട. കളറൊന്ന് ചെറിയൊരു വ്യത്യാസം അപ്പോൾ അത് വരെ മതിയേ. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് തീ കുറച്ചിട്ടേക്കുവാണേ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം.
ഇനി ഇതിലോട്ട് 2 വലിയ തക്കാളി അരിഞ്ഞതേ അതിട്ട് കൊടുക്കുക. കവർ ചെയ്ത് കൊടുക്കരുത്. ഇതൊരു 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേ. തീ ഒന്ന് കുറച്ച് വെക്കാം. മീഡിയത്തിന് തൊട്ട് താഴെ വെക്കേ. ഇത് ഒരു 1 മിനിറ്റ് 1-1.5-2 മിനിറ്റിനകത്ത് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ഈ തക്കാളിക്കൂട്ടില്ലേ ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന വേവിച്ച് വെച്ച അച്ചിങ്ങയില്ലേ അതിട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഞാൻ തീരെ കുറച്ചിട്ടേക്കണേ. ഇങ്ങനെ തീ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കണേ. അച്ചിങ്ങ വെന്ത അച്ചിങ്ങയാണ്. എന്നാലും കുറച്ച് നേരം ഈ ചെറിയ തീയിൽ, തീരെ ചെറുതായിട്ട് വേണ്ട, മീഡിയത്തിനും തൊട്ട് താഴെ വെക്കേ. ഇങ്ങനെ കിടക്കട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കും. അച്ചിങ്ങ വാടി കിട്ടുന്ന സമയം കൊണ്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് ഇതിനകത്ത് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്ത് ഇതിനകത്ത് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തേ. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാനൊരു 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയിലോട്ട് നമ്മുടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീരെ തീ ഞാൻ കുറച്ചിട്ടേക്കും. ഇപ്പം ഇരിക്കട്ടെ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നമ്മളിപ്പം ഗാർലിക്ക് ഗ്രേറ്റ് ചെയ്തിട്ടില്ല, ആദ്യം അതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഇതെല്ലാം കൂടെ, അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇടണേ. ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഞാൻ എന്താ ഈ അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തേ. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം.
എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിലോട്ട് ഈ കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലോറും സോസും ഒക്കെ ഇല്ലേ ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കേ. ഇത് തീ ഒന്ന് കൂട്ടാം. ഇതൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. തിരിച്ച് കുറയ്ക്കാം. നമ്മുടെ ഈ ചൂടായ എണ്ണയിലോട്ട് ഈ മുട്ട ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. മുട്ട ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. മുട്ടയുടെ ഗ്യാസ് ഓഫാക്കി. എന്നിട്ട് ഈ മുട്ട ഇങ്ങോട്ടിട്ട് കൊടുക്കേ. ഇതൊന്ന് കുറയ്ക്കുക. നല്ല മണം. ഇതൊന്ന് തീ കുറച്ചിട്ട് തീരെ തീ കുറച്ചിട്ട് 1 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ 1 മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലി ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഇതൊന്ന് ഇളക്കാം. മല്ലിയിലയുടെ മണം ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട, ഇട്ടാൽ നല്ലത്, നല്ലൊരു ടേസ്റ്റ്. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ഉള്ളൊരു അച്ചിങ്ങ എഗ് മസാല. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കുകയാണ്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക്.
ഓക്കെ, നമ്മൾ സൂപ്പർ ടേസ്റ്റാണ് ഇതിന് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. മുട്ടയും അച്ചിങ്ങയും കൂടെ നല്ല കോമ്പിനേഷനേ. അപ്പം ഇത് അടിപൊളി ടേസ്റ്റാണ്. ഈ അച്ചിങ്ങയൊന്നും കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇത് നല്ലതുപോലെ അവർ കഴിച്ചോളേ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല യമ്മി ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.